138 സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും, ദേവന്മാരുടെ മുൻപാകെ ഞാൻ നിന്നെ കീർത്തിക്കും. അതിന്റെ പ്രാരംഭ ഭാഗം മാത്രം: ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. ഇത് ദാവീദാണ് ഈ ഭാഗം പ്രസ്താവിക്കപ്പെടുന്നത്. ദൈവത്തെ സ്തുതിക്കേണ്ടത്, ദൈവത്തെ ആരാധിക്കേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് താൻ അവിടെ രേഖപ്പെടുത്തുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, താൻ വ്യക്തിപരമായി തന്റെ തീരുമാനത്തെയാണ് അവിടെ ആമേൻ താൻ പറയുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന ആഹ്വാനമല്ല. സംഗീതകാരൻ പറയുകയാണ്, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവമേ നിനക്ക് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽക്കാലം അതിനോട് ചേർന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും, നമ്മളും ദാവീദിനെ പോലെ ദൈവത്തെ എങ്ങനെയാണ് സേവിക്കേണ്ടത്? പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സേവിക്കണം, ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ. എല്ലാ മനുഷ്യനിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ? ആമേൻ, സ്തോത്രം. ഒന്നിച്ച് വ്യക്തിപരമായി ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയുണ്ട്, ആമേൻ, കുടുംബമായിട്ട് ആരാധിക്കുന്ന ആരാധനയുണ്ട്, സഭയായിട്ട് ആരാധിക്കുന്ന, കൂട്ടമായിട്ട് ആരാധിക്കുന്ന ആരാധനകളുണ്ട്. ദൈവത്തെ എങ്ങനെയൊക്കെ ആരാധിക്കാൻ കഴിയും? വ്യക്തിപരമായിട്ട് ദൈവത്തെ ആരാധിക്കാൻ കഴിയും. അതാണ് ഒന്നാമത്തെ ആമേൻ കാര്യം. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കുടുംബമായിട്ടുള്ള ദൈവത്തെ ആരാധിക്കുന്ന ആരാധന. മൂന്നാമതായിട്ടുള്ളത് സഭയായിട്ടുള്ള ആരാധന. ഒരു ആത്മീകന്, ഒരു ദൈവഭക്തന് 3 വിധ യാഗപീഠങ്ങൾ ഉണ്ടായിരിക്കണം. എത്ര യാഗപീഠങ്ങൾ ഉണ്ടായിരിക്കണം? 3 യാഗപീഠങ്ങൾ. ഒന്ന്, വ്യക്തിപരമായി ആമേൻ അർപ്പിക്കുന്ന യാഗം. 2, കുടുംബമായി അർപ്പിക്കുന്ന യാഗം. 3, സഭയായി അർപ്പിക്കുന്ന യാഗം. അങ്ങനെ ഒരു ദൈവ പൈതലിന് എത്ര യാഗപീഠം ഉണ്ടായിരിക്കണം? 3 യാഗപീഠങ്ങൾ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ആദ്യം ദൈവം ആഗ്രഹിക്കുന്നത് കൂട്ടമായിട്ടുള്ള ഒരു യാഗമല്ല. ആദ്യം ദൈവം ആഗ്രഹിക്കുന്നത് കുടുംബമായിട്ടുള്ള ഒരു യാഗമല്ല. സ്തോത്രം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. വ്യക്തിപരമായിട്ടുള്ള ഒരു യാഗമായിരിക്കണം. ഹല്ലേലൂയ. അതിന് മാതൃകയാണ് യോശുവയുടെ വാക്കുകൾ. യോശുവ പറയുന്നത്, ഞാനും എന്റെ കുടുംബവും, അടുത്തൊരു പദം കൂടെ ഉണ്ട്, ഞങ്ങളെ യഹോവയെ സേവിക്കും. മനസ്സിലാകുന്നുണ്ടോ? ആദ്യം പറയുന്നത് ഞങ്ങളെന്നല്ല, ഞാനും. അത് വ്യക്തിപരമാണ്. സ്തോത്രം. 2, എന്റെ കുടുംബവും. 3, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആമേൻ, സ്തോത്രം, ഈ കുടുംബം അടങ്ങുന്ന ദൈവസഭ, അല്ലെങ്കിൽ ആമേൻ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രിയപ്പെട്ടവർ. അതാണ് സ്തോത്രം. അപ്പോൾ ആദ്യം വ്യക്തിപരമായിരിക്കണം ദൈവത്തിന് വേണ്ടിയുള്ള ആരാധന, കൂട്ടമായിട്ടുള്ള ആരാധനയല്ല. ആമേൻ, ചിലർ പറയും കൂട്ടത്തിൽ പാട്ട്, അതല്ലേ ആരാധന, ഹൃദയംഗമായി. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, സഹോദരന്മാരെ, നിങ്ങൾ ആമേൻ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി. വ്യക്തിപരമാണത്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തെ ആരാധിക്കുവാനായി ദൈവം നമ്മെ വേർതിരിച്ചിരിക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് പേഴ്സണലായിട്ട്, വ്യക്തിപരമായിട്ട് ദൈവമായിട്ടുള്ള ഒരു ബന്ധം നമ്മൾ നിലനിർത്തേണ്ടത് ആവശ്യമാണ്. വ്യക്തിപരമായ ആരാധന, വ്യക്തിപരമായ പ്രാർത്ഥന, പേഴ്സണൽ പ്രാർത്ഥന, പേഴ്സണൽ വചന ധ്യാനം, പേഴ്സണൽ ആരാധന, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ്. ചിലർ ചിന്തിക്കുന്ന എല്ലാവരും കൂടെ ഇരുന്ന് പാടിയാലേ പാട്ട് വരത്തുള്ളൂ, കൂടെ ഇരുന്ന് പാടിയാലേ ആത്മാവ് വരത്തുള്ളൂ എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അങ്ങനെയൊന്നുമല്ല. ദാവീദ് പറഞ്ഞത്, ഞാൻ സംസാരിക്കാതെ ഊമനായിരുന്നു, ഞാൻ മിണ്ടാതെ ഇരുന്നു. എന്റെ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എന്റെ ധ്യാനത്തിന്റെ തീ കത്തി. ഞാൻ മിണ്ടാതിരുന്നത് സ്തോത്രം എന്തൊക്കെ ആലോചിച്ചു കൂട്ടി ഇരുന്നതല്ല. സ്തോത്രം, ഞാൻ മിണ്ടാതിരുന്നത് ധ്യാനത്തോടുകൂടെ ഞാൻ മിണ്ടാതിരിക്കുകയായിരുന്നു. സ്തോത്രം, എന്റെ ധ്യാനത്തിന്റെ തീ കത്തി. അന്നേരം താൻ നാവെടുത്ത് സംസാരിച്ചു. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം ദൈവത്തെ ആരാധിക്കുവാനായി ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ച യോഗ്യത നോക്കാതെ, ക്വാളിറ്റി നോക്കാതെ, കുടുംബശ്രേഷ്ഠത നോക്കാതെ, അയോഗ്യനാണ് നമ്മളെന്ന് തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചത്.
ഹല്ലേലൂയ. നമ്മൾ അവിശ്വസ്തരാണ്, ഒന്നിനും കൊള്ളത്തില്ലെന്ന് മനസ്സിലായിട്ട് തന്നെയാണ് ദൈവം നമ്മെ എന്ത് ചെയ്തത്? ആമേ വിളിച്ച് വേർതിരിച്ചത് അല്ലേ? ആമേ കർത്താവിന്റെ വിളിയെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് വിളിച്ചു, ചന്തയിൽ മിനക്കെട്ട് നിന്നവരെ കർത്താവ് എന്ത് ചെയ്തു? വിളിച്ചു. ചന്തയിൽ മെനക്കെട്ട് നിന്നവരെ, ചന്തയിൽ ചെന്ന് മെനക്കെട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ആരും അവരെന്ത് ചെയ്യുന്നില്ല? വിളിക്കുന്നില്ല. സ്തോത്രം. ആമേൻ. ഒരു മീൻകുട്ട ചുമക്കാൻ പോലും ആരും അവരെ വിളിക്കുന്നില്ല. അവർ മെനക്കെട്ടങ്ങ് നിൽക്കുകയാ. അവരെ ആർക്കും വേണ്ട. കർത്താവ് പറയുകയാണ്, അങ്ങനെയുള്ളവരെയാണ് കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുവാൻ സ്വർഗം വിളിച്ച് വേർതിരിച്ചത്. ഇന്ന് പകൽക്കാലം അതിനോട് ചേർന്ന പൗലോസ് പറഞ്ഞത്, കുലഹീനനായിരുന്ന നമ്മെ അവൻ വിളിച്ചു, ഏതുമില്ലാതിരുന്ന നമ്മെ അവൻ വിളിച്ചു. ഒന്നുകൂടെ കുറച്ചുകൂടെ താഴ്ത്തി പറയുകയാണ്, നികൃഷ്ടമായിരുന്ന നമ്മെ. നമ്മളൊക്കെ നികൃഷ്ടരായിരുന്നു, ഏതുമില്ലാത്തവരായിരുന്നു. ഒരു കുലമഹിമയും എടുത്തു പറയുവാനില്ലാത്ത പൗലോസ് തന്നെ കുറിച്ച് പാപികളിൽ ഒന്നാമനായിരുന്നു ഞാൻ എന്ന് പൗലോസ് തന്നെ കുറിച്ച് പറഞ്ഞു. പൗലോസ് പറഞ്ഞു, അപ്പോസ്തലന്മാരിൽ ഏറ്റവും ചെറിയവനായിരുന്നു ഞാൻ എന്ന് സ്തോത്രം താൻ തന്നെ കുറിച്ച് പറയുവാനിടയാ. ഇന്ന് പകൽക്കാലം മാനുഷിക യോഗ്യതകളല്ല, തന്നെത്താൻ ദൈവസന്നിധിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒന്നായി തീരണം. ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ മാറിയിരുന്ന് കരയാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഞാൻ മിക്കപ്പോഴും വാഹനമൊക്കെ ഓടിച്ചു പോകുമ്പോൾ മനസ്സിലിങ്ങനെ ധ്യാനിച്ച് അങ്ങനെ ചില പ്രസംഗ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെയൊക്കെയാണ് യാത്ര ചെയ്യുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ ദൈവം എനിക്ക് അവസരങ്ങൾ തരാറുണ്ട്. സ്തോത്രം. ഞാൻ എൻ്റെ മറ്റു ഉപജീവന കാര്യങ്ങൾക്ക് പോകുമ്പോൾ ഞാൻ ബൈബിള് കാര്യങ്ങളൊക്കെ ഞാൻ കൊണ്ടുപോകാറുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, എപ്പോഴാണോ നമുക്ക് ദൈവവുമായിട്ടൊന്ന് അടുക്കണമെന്ന് തോന്നിയാൽ, ഒന്ന് ബന്ധപ്പെടണമെന്ന് തോന്നിയാൽ സാഹചര്യങ്ങളും ഒന്നും അത് തടസ്സമല്ല. പേഴ്സണലായിട്ട് ഞാനും നിങ്ങളും ദൈവവുമായിട്ടൊരു ബന്ധമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തെ വിട്ട് അകന്നു പോകരുത്. ദൈവം നമ്മിൽ നിന്ന് അകന്നു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവ സമീപസ്ഥനായ ദൈവമാണ്. ദൈവം അനന്യനായ ദൈവമാണ്. ദൈവം ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യന. ഇന്നലെ നടത്തിയ ദൈവം ഇന്ന് നമ്മെ നടത്തും. ഇന്ന് നടത്തിയ ദൈവം നാളെയും നമ്മെ പരിപാലിക്കുന്നവരാണ്. അതുകൊണ്ട് കർത്താവിനെ വിട്ടകന്നു പോകുവാൻ ഇടയാകരുത്. ഏത് പ്രതിസന്ധികൾ വരുമ്പോഴോ, ഏത് വേദനാജനകമായ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുമ്പോഴോ, ഏത് കണ്ണുനീരിന്റെ അവസ്ഥകൾ കടന്നു വരുമ്പോഴോ നമ്മുടെ ഹൃദയം തുറന്നു പറയാൻ കഴിയുന്ന ഒരിടമേയുള്ളൂ, അത് കർത്താവിന്റെ സന്നിധിയാണ്. വേറെ ആരോട് പറഞ്ഞാലും അവർ പരിഹസിക്കും, വേറെ ആരോട് പറഞ്ഞാലും അവർ കമന്റ് ഇടും. ഒരു കമന്റും പറയാത്ത, തിരിച്ചൊരു വാക്ക് പോലും പറയാതെ നിന്റെ ഭാരം എന്റെ മേൽ ഇട്ടുകൊള്ളുക എന്ന് പറഞ്ഞ ഒരേ ഒരാളെ ഉള്ളൂ, നമ്മുടെ കർത്താവ് മാത്രമാണ്. ഭാരം ചുമക്കുന്നവരെയും അധ്വാനിക്കുന്നവർക്കും ആശ്വാസം കൊടുക്കാൻ തയ്യാറായ ഒരേ ഒരാളെ ഉള്ളത് നമ്മുടെ കർത്താവ് മാത്രമാണ്. മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പകൽക്കാലം നമ്മുടെ ദൈവവുമായിട്ട് നമുക്കൊരു പൂർണ്ണമായ ഒരു ബന്ധം നമുക്ക് ആവശ്യമാണ്. പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ ദൈവത്തെ ആരാധിക്കണം. പ്രാർത്ഥിച്ചാൽ അത് പൂർണ്ണ ഹൃദയത്തോടെ ആയിരിക്കണം. മനസ്സോടെ എന്ത് ചെയ്യരുത്? ദൈവത്തെ ആരാധിക്കരുത്. വ്യക്തിപരമായൊരു ബന്ധം ദൈവവുമായിട്ട്. സ്തോത്രം. ആരെന്ത് പറഞ്ഞാലും നോ, ആരും നെഗറ്റീവ് പറഞ്ഞാലും എനിക്ക് പ്രശ്നമല്ല. സ്തോത്രം. അതുകൊണ്ട് പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞത്, തിമോത്തിയോസേ, ഞാൻ, നമ്മളെന്നല്ല, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, ഒരു അപകട മേഖല വന്നപ്പോൾ പൗലോസ് പറഞ്ഞത്, ഞാൻ സേവിച്ചു നിൽക്കുന്നവനും എന്റെ ഉടയവനുമായവൻ എന്നോട് വന്ന് പറഞ്ഞു, ദോഷം വരില്ല. മനസ്സിലാകുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഞാൻ സേവിക്കുന്ന ദൈവം, എന്റെ ദൈവം, എന്നെ സ്നേഹിച്ച ദൈവം, എന്നെ വേർതിരിച്ച ദൈവം. സ്തോത്രം. അപ്പൻ എങ്ങനെ? നോ, അവിടെ അത് ചിന്തിക്കണ്ട. സഹോദരങ്ങൾ, അത് ചിന്തിക്കണ്ട. നിനക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം എങ്ങനെ? അതാണ് ഇന്ന് പകല് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ ദാവീദ് പറഞ്ഞു, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ.
ദാവീദിന് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരിക്കൽ ദാവീദ് പെട്ടകത്തിന്റെ മുൻപാകെ രാജാവായിരിക്കുമ്പോൾ പോലും താൻ എന്ത് ചെയ്തു? കുതിച്ച് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചു. അല്ലേ? ആരും പറഞ്ഞിട്ടൊന്നുമല്ല. രാജാവാണെന്ന് അങ്ങ് ഇങ്ങനെ ഹീനനാവരുത്. ഇത് കണ്ട ഭാര്യ മീകൾ കിളിവാതിലിലൂടെ നോക്കി വെച്ച് ദാവീദിനെ ഹൃദയത്തിൽ നിന്ദിച്ചു. പക്ഷേ നിന്ന ദാവീദ് കേട്ടില്ല, സർവശക്തനായ ദൈവം അത് കേട്ടു. അഭിഷേകത്തിൽ ആരാധിക്കുന്ന ദാവീദിനെ, അല്ലേ, അഭിഷേകമില്ലാത്ത മീകൾ നിന്ദിക്കുകയാണ്. എപ്പോഴും മനസ്സിലാക്കണം, അഭിഷേകമുള്ളവരും അഭിഷേകം ഇല്ലാത്തവരും തമ്മിൽ എപ്പോഴും ഒരസമുണ്ടാകും. അതിന് തെളിവാണ് ദാവീദ് ഏലാത്താഴ്വയിൽ ചെന്നപ്പോൾ സഹോദരന്മാർ എന്ത് ചെയ്തത്? ഇവനോട് കോപിക്കാനും വർത്തമാനം പറയാനും ഒക്കെ വന്നത്. മനസ്സിലാക്കുന്നുണ്ടോ? അഭിഷേകമുള്ളവനും ഇല്ലാത്തവനും തമ്മിൽ എപ്പോഴും ഒത്തുപോകത്തില്ല. അതുകൊണ്ടാണ് വാഗ്ദത്ത സന്തതിയും ജഡത്തിന്റെ സന്തതിയും അബ്രഹാമിന്റെ വീട്ടിനകത്ത് എന്ത് ചെയ്യാത്തത്? ഒന്നിച്ചു പോകാത്തത്. മനസ്സിലാകുന്നുണ്ടോ? ഒരിക്കലും ഒത്തുപോകത്തില്ല. പേഴ്സണൽ ബന്ധം നമുക്കുണ്ടായിരിക്കണം ദൈവമായിട്ട്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. മീകൾ അവനെ നിന്ദിച്ചു. എന്നിട്ട് ദാവീദിനോട് പറഞ്ഞ വാക്കുകൾ എന്തൊക്കെയാ? ദാവീദിനെതിരെ പറഞ്ഞ വാക്കുകൾ: നീ നിന്നെ തന്നെ ദാസിമാരുടെ മുൻപാകെ നീ നിന്നെ തന്നെ നിന്റെ സ്ഥാനം മറന്ന് നീ നിന്നെ തന്നെ അനാവൃതമാക്കി, നീ നിന്നെ തന്നെ താഴ്ത്തി, നാണമില്ലയോടാതെ എന്ന ചോദിച്ചതിന്റെ പച്ചമലയാളത്തിന്റെ ഭാഷ. ആമേൻ, സ്തോത്രം. ദാവീദ് പറഞ്ഞു, ഇതിനേക്കാളധികം ഞാൻ കുതിച്ച് നൃത്തം ചെയ്ത് ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കും. ഇന്നത്തെ ആരാധന നിർത്തുന്നതല്ല പറഞ്ഞേ. കാരണം ദാവീദിന് പറയാറുണ്ട്, ആമേൻ, സ്തോത്രം, ആമേൻ, പാരമ്പര്യമായിട്ടാണ് ഈ സിംഹാസനം ലഭിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ആർക്ക് ലഭിക്കത്തില്ല? ആമേൻ, സ്തോത്രം, ദാവീദിന് ലഭിക്കത്തില്ല. ഹല്ലേലൂയ. ആർക്ക് ലഭിക്കത്തില്ല? ദാവീദിന് ലഭിക്കുകയില്ല. ശൗലിന്റെ മകനാകുന്ന ആർക്കാ ലഭിക്കേണ്ടത്? ശൗലിന്റെ മകന്റെ പേരെന്താ? യോനാഥാൻ. അക്ഷരം ദാവീദിന്റെ മകനാണ്. ഞാൻ ഓർത്തിട്ട്, ഞാൻ വായിച്ചിട്ട് കാണാത്ത പുതിയ മകനായിട്ട് ശൗലിൻ ഉണ്ടായിരുന്നോ എന്നോട് സംശയം. ആരാണ്? ദാവീദ് പറയുകയാണ്, നിന്റെ അപ്പനല്ല എന്നെ ഈ സ്ഥാനത്ത് കൊണ്ടുവന്നത്. കാരണം എന്തെന്നറിയാമോ? നിന്റെ അപ്പൻ കൊണ്ടുവന്നിരുന്നു എങ്കിൽ ആമേൻ, ദാവീദ് ഇരിക്കുന്ന സിംഹാസനം ആർക്ക് പോകുമായിരുന്നു? യോനാഥാന് ലഭിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ അർഹതയില്ലാത്ത കാട്ടിൽ കിടന്ന എന്നെ ആമേൻ അഭിഷേകം ദൈവം നാട്ടിൽ കൊണ്ടുവന്ന ഈ രാജസിംഹാസനത്തിൽ ഇരുത്തിയ ദൈവം ചെറിയവനല്ല. അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും ആമേൻ എനിക്ക് മൗനമായിരിക്കാൻ ഒക്കുകയില്ല. എന്റെ ദൈവത്തെ ഞാൻ പൂർണ്ണ സ്തോത്രം ചെയ്യും. ആമേൻ, എന്നെ ഈ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന എന്റെ ദൈവത്തെ. ഹല്ലേലൂയ. രണ്ടാമത് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്, കുടുംബമായി അതിനകത്ത് പൂർണ്ണതയുണ്ടായിരിക്കണം. കുടുംബമായിട്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതിൽ പൂർണ്ണതയുണ്ടായിരിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, ആമേൻ, ആമേൻ, ആത്മാർത്ഥതയോടെ ദൈവത്തെ നമ്മൾ ആരാധിക്കുവാൻ തയ്യാറാകണം. ഞാൻ പറഞ്ഞു നിർത്തുവാൻ താല്പര്യപ്പെടുന്നു. 3, സഭയായിട്ട് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോഴും അതിനകത്ത് പൂർണ്ണത വേണം. പൂർണ്ണതയില്ലാത്തതൊന്നും ദൈവം പ്രസാദിക്കുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ആരാധനയ്ക്കൊക്കെ എന്ത് വേണം? പൂർണ്ണത വേണം. എല്ലാ കാര്യങ്ങൾക്കും പൂർണ്ണത വേണം. അപ്പോൾ ആമേൻ, സ്തോത്രം. ഇന്ന് പകൽക്കാലം ഒരു സ്തോത്രം പറഞ്ഞാലും അതിന് പൂർണ്ണത വേണം. ഈ പാസ്റ്റർ പറഞ്ഞു കൈപ്പൊക്കി പറയാൻ അതുകൊണ്ട് പറയുകയല്ല. പാസ്റ്റർ പറഞ്ഞു വായി തുറന്നു പറയാൻ അതുകൊണ്ട് പറയുകയല്ല. നമുക്കൊരു ചിന്ത വേണം. അടുത്തിരിക്കുന്നവൻ ആരാധിച്ചാലും ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കും.
ആമേൻ. കർത്താവ് എനിക്ക് ചില ഉപകാരങ്ങളെ ഓർക്കുമ്പോൾ ഞാൻ അകത്തു വന്നാൽ മൗനമായിരിക്കാൻ നോക്കുകയില്ല. അവൻ ഒരുപക്ഷെ തകർന്ന ഹൃദയത്തോടെ ആയിരിക്കും നീ വരുന്നത്. ഒരുപക്ഷെ ആമേൻ സ്തോത്രം ഉടഞ്ഞ ഹൃദയത്തോടെ ആയിരിക്കും, വ്യസന ഹൃദയത്തോടെ ആയിരിക്കും നീ വരുന്നത്. പക്ഷെ ഇന്ന് പകൽക്കാലം അതിനെ ആനന്ദ ഹൃദയത്തോടെ പറഞ്ഞയക്കാൻ കഴിയുന്ന ആമേൻ ഹന്നെ ആരാധിച്ച ദൈവം ഇന്ന് പകൽക്കാലം അതിന്റെ മുഖത്തെ ആമേൻ വാടാതെ വന്ന് ആമേൻ നിന്റെ വ്യസനത്തെ മാറ്റി, നിന്റെ നിന്ദയെ മാറ്റി തരുക. നിന്റെ പ്രതിയോഗിയുടെ മുമ്പിൽ മറുപടി പറയുക. വാക്കുകൊണ്ടല്ല, ദൈവത്തിന്റെ പ്രവൃത്തി കൊണ്ട് മറുപടി പറയാ. ഇന്ന് പകൽക്കാലം ചിലത് ആമേൻ ഹന്നയുടെ കണ്ണുനീരിന്റെ മറുപടിയാ അവരുടെ വീട്ടിനകത്തുണ്ടായി എങ്കിൽ ഒരു സമവേൽ എന്ന മറുപടി ആമേൻ ഹന്നയുടെ വീട്ടിനകത്ത് വെളിപ്പെട്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ വിളിച്ചു പറയാ. ആമേൻ ആലയത്തിന്റെ കണ്ണുനീര് പാടല്ല, ഇതിനകത്ത് നീ കരയുന്നത് പാടല്ല, ഇതിനകത്ത് നീ ആരാധിക്കുന്നത് പാടല്ല. നീ നിന്നെ അനുഭവിക്കുന്ന ഇടത്ത്, നീ അപമാനിക്കപ്പെടുന്ന വീട്ടിനകത്ത്, അതേ പ്രതിയോഗി എഴുന്നേൽക്കുന്ന ഇടത്ത്, അതേ നിന്റെ തലയെ ഉയർത്തിക്കൊണ്ട് നിന്റെ മുഖം വാഴാത്ത നിലയില് അതേ നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയാ. അതേ ചില ശമുവേലുമാരെ നിന്റെ വീട്ടിനകത്ത് എഴുന്നേൽപ്പിക്കുക. ഈ 2024 അവസാനം ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇതിനകത്ത് വിശ്വസിക്കുന്നവർക്ക് കരമടിച്ച് ദൈവത്തിന് നകത്ത് കൊടുക്കാം. Hallelujah, hallelujah. Praise the Lord, praise the Lord. ആലയത്തിനകത്ത് കരയാൻ അവൾ തയ്യാറായപ്പോൾ എവിടെയാണ് പ്രതിയോഗി? ആലയത്തിനകത്തല്ല, വീട്ടിനകത്താണ്. ആമേൻ. ശമൂവേൽ ഉണ്ടാകുന്നത് ആ വീട്ടിനകത്താണ്. അവളുടെ പ്രാർത്ഥനയുടെ മറുപടി ആ വീട്ടിനകത്തുണ്ടായി. ആത്മാവിനെ വിളിച്ചവർ എവിടെ നീ നിന്ദിക്കപ്പെടുന്നത്, എവിടെ അപമാനിക്കപ്പെടുന്നത്, എവിടെയാ നീ തരം താഴ്ത്തിയത്, എവിടെയാ പരിഹസിക്കപ്പെട്ടത്? ബന്ധുജനത്തിന്റെ മധ്യത്തിലാണോ, കൂട്ടുകാരുടെ ഇടയിലാണോ, സമൂഹത്തിന്റെ മധ്യത്തിലാണോ, വിശ്വാസ സമൂഹത്തിന്റെ ഉള്ളവരിലാണോ, ആത്മീകരെന്ന് അഭിമാനിക്കുന്നവരുടെ മധ്യത്തിലാണോ, അതോ ആമേൻ നീ സ്നേഹിച്ചവര്, ആമേൻ നീ കരുതിയവര്, ആമേൻ നീ ചേർത്ത് പിടിച്ച നിന്റെ പ്രിയപ്പെട്ടവരുടെ മധ്യത്തിലാണോ നീ തല കുനിക്കേണ്ടി വന്നത്? ഇന്ന് പകൽക്കാലം എവിടെയാ നിനക്ക് പ്രതിയോഗി എഴുന്നേറ്റത്? ആ സ്ഥാനത്ത് ദൈവം ശമൂവേൽ എന്ന് പറയുന്ന ഒരു മറുപടിയെ ദൈവം അയക്കുവാൻ, ദൈവം തരുവാൻ ആഗ്രഹിക്കുന്നു. അവിടെ പറഞ്ഞാൽ പൂർണ്ണ ഹൃദയത്തോടെ നിനക്ക് സ്തോത്രം ചെയ്യും. സഭയായി പൂർണ്ണതയുണ്ടാകണം നമ്മുടെ ആരാധനയ്ക്ക്. പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കണം, പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിക്കണം, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന്റെ വചനത്തെ ധ്യാനിക്കണം. ഒരാൾ ചെയ്യേണ്ട 3 കാര്യങ്ങൾ, പ്രധാനമായും ചെയ്യേണ്ട 3 കാര്യങ്ങൾ. 1, ദൈവവചനം ധ്യാനിക്കുന്നവനായിരിക്കണം. 2, ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 3, ആമേൻ, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ബാലരമ വായിക്കുന്നത് പോലെ ബൈബിള് വായിക്കരുത്. ബൈബിള് വായിച്ചാൽ ഒക്കുകയില്ല. ഇനി ബൈബിള് വായിക്കാൻ ഡിഗ്രി കൊണ്ട് സാധ്യമല്ല. മനസ്സിലാകുന്നുണ്ട്? ഡിഗ്രി എടുത്തവർക്ക് ബൈബിൾ വായിക്കാൻ പറ്റത്തില്ല. ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ അവര് പപ്പ എന്നേ വായിക്കുള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. 5ാം ക്ലാസ്സും 4ാം ക്ലാസ്സും 3ാം ക്ലാസ്സും പഠിച്ച് മലയാള അക്ഷരമെന്തെന്ന് അറിയാത്ത പലരും സ്ഫുടമായി ബൈബിൾ വായിക്കുന്നത് അത് അവരുടെ വിദ്യാഭ്യാസത്തിന്റെ മഹത്വം കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപ കൊണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിന് ആമേൻ സ്തോത്രം ശ്രദ്ധയുണ്ട്. ഇത് ദൈവത്തിന്റെ വചനമാണ്, ഇത് സ്വർഗത്തിന്റെ വചനമാണ്. ഇത് ആമേൻ ധ്യാനിക്കാനും വായിക്കാനും പ്രസംഗിക്കാനും തിയോളജി പഠിച്ചത് കൊണ്ടൊന്നും സാധ്യമല്ല. ഡോക്ടറേറ്റ് എടുത്ത എത്രയോ പേര് ആമേൻ സ്തോത്രം ഒരു വേദിയിൽ എഴുന്നേറ്റ് 2 മിനിറ്റ് പറയാൻ പറയുമ്പോൾ അവര് പപ്പ എന്ന് പറഞ്ഞേച്ച് വന്നിരിക്കുന്നുണ്ട്. വിദ്യാഭ്യാസം അമേരിക്ക ഡോക്ടറേറ്റ് എടുത്തതാ, PhD കഴിഞ്ഞ് വന്നിരിക്കുക ബൈബിള് കൊണ്ട്. നല്ല കളർഫുള്ളായ ലെതർ കവറിട്ട ബൈബിളൊക്കെ പിടിച്ചേച്ച് നല്ല വെള്ളയൊക്കെ ഇട്ട് നല്ല വടിവൊത്ത് പാൻറ്റൊക്കെ ഇട്ട് ഇൻസെർട്ടൊക്കെ വെച്ച് നല്ല സെറ്റപ്പ് വന്ന് നിൽക്കുന്ന ക്ലീൻ ഷേവ് കണ്ടാൽ ആപ്പിളിന്റെ ഭംഗി ഇതൊക്കെ ഉണ്ട്. പക്ഷേ ദൈവവചനം പ്രസംഗിക്കാൻ കഴിയണമെന്നില്ല, തിയോളജി പഠിച്ചതുകൊണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. അതിന് ഞങ്ങളുടെ ഭാഷയിൽ ഞാൻ പറയുന്ന ഒരു ഭാഷയുണ്ട്. തിയോളജിയും കൃപയോളജിയും കൂടെ ഒത്തുചേർന്നാല് ശുശ്രൂഷോളജിയായി വരൂ. മനസ്സിലായോ? അതിന് തിയോളജി മാത്രം പോരെന്നാ ഞാൻ പറഞ്ഞേ. ദൈവവചനം വായിക്കുവാൻ ആത്മാവിൽ ജാഗരിച്ച് വായിച്ചു നോക്കിയേ.
ദൈവത്തിന്റെ വചനത്തിന്റെ മർമ്മങ്ങൾ നിന്റെ ഹൃദയത്തെ വായിച്ചു കൊണ്ടിരിക്കുമ്പോഴേ അന്തരാത്മാവിൽ ഇങ്ങനെ ആമേ സ്ക്രീനിൽ കടന്നു പോകുന്നത് പോലെ തെളിയും. വലിയ വിദ്യാഭ്യാസമില്ലാത്ത ഞാന് ആമേ സ്തോത്രം കർത്താവിനെ നിർത്തിയിരിക്കുന്ന കൃപ അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ആമേൻ ഒരു ഭാഗം ഇങ്ങനെ ചിന്തിക്കുമ്പോൾ തന്നെ വായിക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആമേ ചിലത് എന്റെ ഉള്ളറയിൽ ഇങ്ങനെ സ്ക്രീനിൽ വരുന്നത് പോലെ ഇങ്ങനെ വരും. ആമേ സ്തോത്രം അതെല്ലാം ഞാൻ എന്റെ മനസ്സിൽ അല്ലെങ്കിൽ അതെല്ലാം ഡയറി നോട്ട് ചെയ്ത് വെക്കും. അതാ എനിക്ക് ദൈവം തരുന്ന ദൂത്. അല്ല, മനസ്സിലാകുന്നുണ്ടോ? പഠിപ്പിൻ്റെതായ ആമേ സ്തോത്രം ആമേ ഉന്നത ഭാവം കൊണ്ടല്ല, വിദ്യാഭ്യാസത്തിന്റെ ആമേ ഉയർച്ച കൊണ്ടൊന്നുമല്ല, ദൈവത്തിന്റെ വചനവുമായി നിൽക്കുവാൻ കൃപ ചെയ്തത് ആമേ തമ്പുരാന്റെ കരുണയാ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞത്, കരുണ ലഭിച്ചിട്ട് എനിക്ക് ശുശ്രൂഷയുണ്ട്. എന്റെ വിദ്യാഭ്യാസം കൊണ്ടല്ല, എന്റെ മിടുക്ക് കൊണ്ടല്ല, ആമേ എന്റെ ഉന്നത വിദ്യാഭ്യാസമോ തിയോളജി കൊണ്ടല്ല, ആമേ സ്തോത്രം ആരോഗ്യം റെക്കമെൻഡ് ചെയ്തതല്ല. ആമേ പൗലോസിന്റെ കരുണ ലഭിച്ചു, ദൈവത്തിന്റെ കരുണ ലഭിച്ചു. അതുകൊണ്ട് എനിക്ക് ശുശ്രൂഷയുണ്ട്. ഇത് പകൽക്കാലം ദൈവത്തിന്റെ കരുണ നമ്മുടെ മുകളിലുണ്ട്, നമ്മുടെ ദൈവത്തിന്റെ കരുണയുണ്ട്. ആത്മാവിന്റെ ദൈവവചനങ്ങളെ ധ്യാനിക്കുക, അവയെ സമയങ്ങളെ കണ്ടെത്തിയ അവയെ ധ്യാനിച്ചു മാനിച്ചു സേവിച്ചു പോയാൽ അവയെ ക്രിസ്തീയ ജീവിതത്തിന്റെ ക്ഷീണമെന്തെന്നറിയാൻ ദൈവം അനുവദിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. കർത്താവിന്റെ മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ദൈവസഭ ഒരുങ്ങാൻ ദൈവം വച്ചിരിക്കുന്ന ഇടം മരുഭൂമിയാണ്. മനസ്സിലാകുന്നുണ്ടോ? മരുഭൂമിയാണ് ദൈവസഭയ്ക്ക് ദൈവം വച്ചിരിക്കുക ഒരുങ്ങാൻ വേണ്ടി, തന്നെത്താൻ ഒരുങ്ങി കാത്തിരിക്കുന്ന ഒരു മണവാട്ടിയാകുവാൻ. ആമേ സ്തോത്രം. മരുഭൂമിയിൽ കൂടെ തന്റെ പ്രിയന്റെ മേൽ ചാരിക്കൊണ്ട് വരുന്നോൾ ഇവൾ. സ്തോത്രം. ആമേൻ. നമുക്ക് ചാരാൻ മരുഭൂമിയിലും ഒരു പ്രിയനുണ്ട്. നമ്മുടെ പ്രത്യാശ അതായിരിക്കണം. ഹല്ലേലൂയ. ആമേൻ. കർത്താവിനോട് നിന്ന ദൈവം നമ്മെ മാനിക്കും. അതുകൊണ്ട് ഈ ബൈബിൾ നമ്മൾ വായിക്കണം, ദൈവവചനം വായിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. വായിക്കാൻ പറഞ്ഞതുകൊണ്ട് 2 വാക്യം വായിച്ച് ചിരിക്കുന്ന ഒരു പരിപാടി നിർത്തണം. ഒരു ദിവസം ആമേൻ സ്തോത്രം കുറഞ്ഞത് 2-3 അധ്യായങ്ങളെങ്കിലും നമ്മൾ വായിക്കണം. വായനാശീലം നമുക്ക് നല്ലതാ. ആമേൻ സ്തോത്രം. ഞങ്ങൾക്കൊക്കെ ഇപ്പൊ വായിക്കാൻ വലിയ പാടാ. ആമേൻ. ബൈബിൾ എടുത്ത് ഒന്നീ നീട്ടി പിടിക്കണം. അല്ല എങ്കിൽ കണ്ണാടിയൊക്കെ വെച്ച് എത്ര നേരം വായിക്കാൻ പറ്റും? അതൊന്നും ശീലമല്ല. ആമേൻ. അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഇപ്പൊ വായിക്കാൻ വലിയ ബുദ്ധിമുട്ട് വന്നു തുടങ്ങി. അതുകൊണ്ട് ആമേൻ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പ്രായം കഴിയുന്നതിനനുസരിച്ച് കണ്ണിന് തിമിരമൊക്കെ വന്നു കയറും. ആമേ വന്നു കയറിയാൽ പിന്നെ വായനാശീലമൊക്കെ അങ്ങ് കുറയും. അതുകൊണ്ട് ആമതുള്ള കാലത്ത് ദൈവത്തിന്റെ വചനങ്ങളെ വായിച്ച് ധ്യാനിച്ച് ആമേ മുൻപോട്ട് പോയാൽ ആമേ കഷ്ടതയുടെ നടുവിൽ നീ തകർന്നു പോകാൻ അവൻ അനുവദിക്കത്തില്ല. വചനത്താൽ ധൈര്യപ്പെടുത്തുക. ദൈവശബ്ദം നിന്റെ മേൽ ഉണ്ടാകുക. നീ വായിച്ച് ധ്യാനിച്ച ദൈവത്തിന്റെ വചനം നിന്റെ ഹൃദയത്തിനകത്തു നിന്ന് നിന്നോട് സംസാരിക്കുന്നു. മനസ്സിലാക്കുന്നുണ്ടോ? ഞാന് പണ്ടൊരാള് ഒരു കഥ കേട്ടിട്ടുണ്ട്. പണ്ടൊരാള് വെളിപ്പാട് പുസ്തകം വായിച്ചു, ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. വെളിപ്പാട് പുസ്തകം വായിച്ചതിന് ശേഷം പുള്ളിക്കാരൻ പിന്നെ പള്ളിയിൽ പോക്ക് നിർത്തി. അമ്മാമ്മ പള്ളി വന്നപ്പോ ഉദ്ദേശിച്ച് ചോദിച്ചു, എന്നെ അച്ഛൻ വരുന്നില്ല. എന്നാന്ന് അറിയത്തില്ല പാസ്റ്റർ. 2-3 ആഴ്ച കൊണ്ട് പുള്ളി വീട്ടിലും വലിയ ആത്മീകം ഒന്നും കാണിക്കുന്നില്ല. ആമേൻ സ്തോത്രം. ഈയിടെയായിട്ട് പുള്ളി വെളിപ്പാട് പുസ്തകമൊക്കെ വായിക്കാൻ തുടങ്ങി. കുറച്ചൊക്കെ വായിക്കുന്ന കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അമ്മ പറഞ്ഞു, വെളിപ്പാട് ദിവസമൊക്കെ വായിക്കുന്നവരോട് പിശാച് പോരാടുമെന്നല്ലേ പാസ്റ്ററെ പലരും പറയുന്നത് കേട്ടിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങ് പോയി. 2 ആഴ്ചയോടെ കഴിഞ്ഞ് കാണാത്തത് കൊണ്ട് ഉപദേശി തപ്പി വീട്ടിൽ ചെന്നപ്പോ അച്ഛൻ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. മസിലൊക്കെ പിടിച്ചടിക്കുന്നു. അല്ലെങ്കിൽ ദൂരെ നിന്ന് കാണുമ്പോൾ എഴുന്നേറ്റ് കസേരയൊക്കെ എടുത്തിട്ട് കൊടുക്കും. ഇപ്പൊ കസേര എടുത്തിട്ട് കൊടുക്കുക മാത്രമല്ല, എഴുന്നേക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയിൽ അച്ഛൻ ഇരിക്കുക. മസിൽ പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. ദേവാസനം എടുത്തു വെച്ചാൽ എന്നാ ഉണ്ട്, സുഖമാണെന്നൊക്കെ ചുരുമെന്നൊക്കെ മൂങ്ങി കുറേ നേരം ഇരുന്നു. കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടൊന്നും അച്ഛനൊന്നും മറുപടി പറയുന്നില്ല. ദൈവദാസൻ മാത്രമേ റേഡിയോ സംസാരിക്കുന്ന പോലെ അങ്ങനെ എന്ത് ചെയ്തു സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കുറെ കഴിഞ്ഞപ്പോഴത്തേക്ക് മസിൽ പിടിച്ച് അച്ഛൻ്റെ ഒരു മറുപടി, ഞാൻ പള്ളിയിൽ വരുന്നില്ല. അതെന്നാ അച്ഛാ? എനിക്ക് സ്വർഗത്തിൽ പോകണ്ട. എനിക്ക് വേറൊന്നുമല്ല, പുള്ളി വെളിപ്പാട് ദിവസം വായിച്ചപ്പോ സ്വർഗത്തിൽ 24 മൂപ്പന്മാരുണ്ടെന്ന്. പുള്ളി കണ്ടെത്തിയത് സഭയിൽ 2-3 മൂപ്പന്മാരേ ഉള്ളൂ. എന്നിട്ട് സഭയിൽ ഉണ്ടാകുന്ന പ്രശ്നം ഇത്രയും വലുതാണെങ്കിൽ 24 മൂപ്പന്മാരുള്ള സ്വർഗത്തിൽ പോയി എന്തുമാത്രം പ്രശ്നം നടക്കും. അതുകൊണ്ട് പുള്ളി പള്ളിയിൽ പോക്ക് നിർത്തി സ്വർഗത്തിൽ പോകുന്നില്ല. സ്വത്രം. അപ്പോ ഇങ്ങനത്തെ തീരുമാനങ്ങളൊന്നും ബൈബിള് വായിച്ച് നമ്മൾ എടുക്കാൻ നിൽക്കരുത്. സ്തോത്രം. അറിയാത്തതുണ്ടെങ്കിൽ ബുക്കിൽ എഴുതി വെച്ചിട്ട് ദൈവദാസന്മാരോട് വന്ന് ചോദിക്കണം, ഇങ്ങനെ ഒരു വാക്യം കണ്ടു എന്നതാ എന്ന്.
സ്തോത്രം. ഞങ്ങൾക്ക് അറിയാമെങ്കിൽ അന്നേരം പറഞ്ഞു തരും, ഇല്ല എങ്കിൽ അടുത്ത ആഴ്ച പറയാമെന്ന് പറയും. ഞങ്ങളും അത് പഠിക്കും. മനസ്സിലാകുന്നുണ്ട്? ബൈബിളിലുള്ള എല്ലാം ഞങ്ങൾക്ക് അറിയാമെന്ന് നിങ്ങൾ നിരൂപിക്കരുത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നമ്മുടെ ശോഭി സഹോദരയുടെ അപ്പൻ മരിക്കുന്ന സമയത്ത്, മരിച്ചതിന് ശേഷം അവരുടെ അനിയത്തിയുടെ വീട്ടുമുറ്റത്ത് എല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്, അടക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം. അന്നേരം ഒരു CSI അച്ഛൻ അവിടെ ഉണ്ടായിരുന്നു. പുള്ളി അവിടെ ഇരിക്കൊരു പ്രായമുള്ള മനുഷ്യൻ. അദ്ദേഹത്തോട് ചില പ്രധാനികളൊക്കെ വന്ന് കർത്താവിന്റെ വരവിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവസാനം പുള്ളി പറഞ്ഞു, എനിക്ക് ഇത്രയൊക്കെ പറഞ്ഞു തരാൻ അറിയാവും, ഇനി നിങ്ങൾക്ക് കൂടുതലും വേണമെങ്കിൽ ബൈബിളിലൊക്കെ പോയി വായിച്ച് പഠിക്കാൻ പറഞ്ഞു. അദ്ദേഹം പട്ടത്വം പ്രാപിച്ച ആളാണ്, എത്രയോ വർഷം പഠിച്ചതാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് ഇനിയിപ്പോ ബൈബിൾ മൊത്തം അറിയാമെന്നൊന്നും പുള്ളി പറഞ്ഞില്ല. നല്ല പ്രായമുള്ള എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ്. പുള്ളി പറഞ്ഞു, ഉള്ളത് പുള്ളി തുറന്നു പറഞ്ഞാണ്, എനിക്ക് ഇത്രയൊക്കെ അറിയാം. അതുകൊണ്ട് ഞങ്ങൾക്കും ഇതെല്ലാം പൂർണ്ണമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇതിന്റെ ഏതോ ഒരു കോൺ അങ്ങും ഇങ്ങും വല്ലതും തിന്നിത്തെറിച്ചൊക്കെ അറിയാവൂ. സ്തോത്രം. എങ്കിലും ആമേൻ, ദൈവം നിർത്തുന്ന കൃപയ്ക്കാൻ ഞാൻ കർത്താവിനെ ശ്രമിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ അവൻ പൂർണ്ണമായി ദൈവത്തെ ആരാധിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടത് ദൈവ പൈതൽ ചെയ്യേണ്ട ഒരു കാര്യം, അവൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന്റെ വചനത്തെ വായിച്ച് ധ്യാനിക്കണം. കാരണം ഇത് പറയുന്നത്. അപ്പൊ ചിലർ പറയും, പാസ്റ്ററെ ഞാൻ രക്ഷപ്പെട്ടു, എന്നാ എനിക്ക് വായിക്കാൻ അറിയില്ല. വായിക്കാൻ അറിയാത്തവനും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, വായിച്ച് കേൾക്കണം. പിള്ളേരുണ്ടെങ്കിൽ പിള്ളേരെ കൊണ്ടെന്ത് ചെയ്യണം? വായിച്ച് കേൾപ്പിക്കണം. പിള്ളേരെ കൂടുതൽ ശല്യം ചെയ്യരുത്, അവർ വലിച്ചു എറിഞ്ഞേറ്റ് പോകും. കാരണം ഇന്നത്തെ പിള്ളേര് ഭയങ്കര ഒരു പ്രത്യേകത അവർക്കൊരു ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കരുതുന്നൊന്നും പോലെയൊന്നും അല്ല. സ്തോത്രം. നമുക്ക് വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങാം എന്ന് പറഞ്ഞപ്പോ ഒരു കൊച്ചൻ ബൈബിളും കൊണ്ട് കിണറ്റിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിയ ഒരു പുള്ളിയുണ്ട് എന്നൊക്കെയാണ് കഥകൾ കേട്ടിട്ടുള്ളത്. വചനത്തിന്റെ ആഴത്തിലേക്ക് ഇറങ്ങാന്ന് ഞായറാഴ്ച പാസ്റ്റർ പ്രസംഗിച്ചത് കൊണ്ട് ബൈബിളും പിടിച്ചുകൊണ്ട് കിണറ്റിന്റെ അകത്തിറങ്ങി. അമ്മ വിളിച്ചു, കയറി വേടാ, നീ എന്തിനാണ് അകത്തിരിക്കുന്നത്? അമ്മ കേട്ടില്ലായിരുന്നോ പാസ്റ്റർ പറഞ്ഞു നമ്മൾ വചനത്തിന്റെ ആഴത്തിൽ ഇറങ്ങണമെന്ന്. അതുകൊണ്ട് പുള്ളി ആഴത്തിലേക്ക് ബൈബിളും പിടിച്ചോണ്ട് ഇറങ്ങി. അങ്ങനെയൊന്നും അല്ല. അതാണ് ഇന്നത്തെ തലമുറ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത്യാവശ്യമൊക്കെ അവരെ സ്തോത്രം കണ്ട് വായിച്ചൊക്കെ കേൾക്കണം. സഭയിൽ വായിക്കുമ്പോൾ മറ്റൊരാൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം. മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. അത് നമുക്ക് അനുഗ്രഹമാണ്. വെളിപ്പാട് പുസ്തകം പറയുന്നു, ഈ പ്രവചനത്തിലെ വചനങ്ങൾ വായിക്കുന്നവനും വായിച്ച് കേൾക്കുന്നവനും അത് പ്രമാണിക്കുന്നവനും ഒരുപോലെ ആരാണ്? ഭാഗ്യവാനാണ്. അത്രയും ഭാഗ്യമാണ് ഇതിനകത്ത് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവവചനം നമ്മൾ പൂർണ്ണ ഹൃദയത്തോടെ വായിക്കുവാനും അതിനെ ധ്യാനിക്കുവാനും നമ്മൾ തയ്യാറാകണം. രണ്ട്, ദൈവത്തെ നമ്മൾ ആരാധിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ നമ്മൾ ആരാധിക്കണം. ആളുണ്ടെങ്കിലും ഇല്ലെങ്കിലും വീട്ടിനകത്ത് ഒറ്റക്കിരിക്കുമ്പോഴൊക്കെ മുട്ട് മടക്കിയിരുന്ന് ഒരു പാട്ട് കൈയടിച്ച് അങ്ങ് പാടി അങ്ങ് ആരാധിച്ചു നോക്കിയേ. കൂടെ പാടാൻ ആരും വേണ്ടെന്നേ. ആമേ സ്തോത്രം. കൂടെ പാടാൻ ആളുണ്ടെങ്കിൽ കൃപയുണ്ടാകുമായിരുന്നു എങ്കിൽ ആമേ പൗലോസ് ശീലാസ് കാരാഗ്രഹത്തിനകത്ത് കിടന്ന് പാടിയപ്പോൾ അവിടെ ആത്മാവ് ഇറങ്ങത്തില്ലായിരുന്നു. ആമേൻ. അവർ രണ്ടുപേരും ചേർന്ന് ആമേൻ കൈകാലുകൾ ആമത്തിൽ പൂട്ടപ്പെടുമ്പോൾ അവർ ആത്മാവ് കൊണ്ട് പാടി ദൈവത്തെ ആരാധിച്ചപ്പോൾ ആമേൻ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങളെ ആമേൻ ചങ്ങലകൾ പൊട്ടി വാതിലുകൾ തുറന്നു അവർ വിടുതലുള്ളവരായി പുറത്തു വന്നു എങ്കിൽ ഇന്നവർക്ക് ആത്മാവിൽ വിളിച്ചു പറയാ, നീ ഒറ്റപ്പെട്ടവനായി മാറി ഇതിനെ ആരാധിക്കുന്ന ഒരു ദൈവമൈതലെങ്കിൽ ആമേൻ നിന്റെ ജീവിതത്തെ ബന്ധിച്ചു വെച്ച ചില ചങ്ങലകൾ നിനക്ക് അടിസ്ഥാനമിട്ട് പോരാടുന്നതിലെ അടിസ്ഥാനങ്ങളോ ഇളക്കി മറിച്ചുകൊണ്ട് നിന്റെ മുമ്പിൽ അടയപ്പെട്ട ചില വാതിലുകളെ തുറന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയുമെന്നുള്ളത് ഇന്ന് ചില മറന്നു പോകരുത്. ആരാധനയുടെ മധ്യത്തിൽ ദൈവത്തിന്റെ വിടുതൽ നമ്മുടെ ഹൃദയവും ദൈവത്തിന്റെ ഹൃദയവും തമ്മിൽ ഒന്നിക്കുന്നതാണ് ആരാധന. ആത്മാവിന്റെ വിശപ്പാണ് ആരാധന. ആത്മാവിന്റെ വിശപ്പാണ് ആരാധന എന്ന് പറയുന്നത്. നമ്മൾ ആരാധിക്കുന്നവരായിരിക്കണം. സ്തോത്രം. സഭയിൽ വന്ന് നമ്മൾ ആരാധിക്കണം. ആരാധിച്ചാലും എന്റെ വിഷയമല്ല, എനിക്കത് ഞാൻ വന്നത് ആരാധിക്കണം. ആ ഒരു ഉത്തമ ബോധം നമ്മുടെ അകത്തുണ്ട്. ശരീരം ക്ഷീണപ്പെടാം. കുറച്ചൊക്കെ നമ്മളങ്ങ് ശരീരത്തെ നമ്മൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കാതെ ആമങ്ങ് കർത്താവിനെ പാടി ആരാധിച്ചു കഴിഞ്ഞാൽ അല്പം കഴിയുമ്പോ ക്ഷീണവും പ്രയാസവും ഒക്കെ നമ്മെ വിട്ടങ്ങ് മാറിയിട്ടുണ്ട്. എന്റെ അനുഭവത്തിൽ നിന്നാ പറയുന്നത്. ഞാൻ മിക്ക ഞായറാഴ്ച, എനിക്ക് മിക്കവാറും ശനിയാഴ്ച വൈകിട്ടൊക്കെ ആകുമ്പോൾ തലവേദനയുടെ പ്രയാസം ഇന്നലെ ഉണ്ടായി. എല്ലാ ആഴ്ചകളും ഒരു പതിവാണ്. സ്തോത്രം. എന്നാൽ ഇവിടെ എഴുന്നേൽക്കുമ്പോഴൊക്കെ ഭയങ്കര തലവേദനയായിരിക്കും. പക്ഷെ ഞാനിതൊന്നും വകവയ്ക്കാറില്ല. ഞാൻ ശുശ്രൂഷിച്ച് തുടങ്ങുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് പിന്നെ എന്റെ ഓർമ്മയിൽ പോലും വരില്ല. തലവേദന ഉണ്ടായിരുന്നു പോലും ഞാൻ ചിന്തിച്ചില്ല. ആ പറഞ്ഞതിന്റെ താല്പര്യം നമ്മുടെ ചെട നമ്മെ പോരാടും. എന്തിനെന്നറിയോ? നീ ആരാധിച്ചാൽ ചില വിടുതലുകൾ നടക്കുമെന്ന് ഇടത്തിൽ അറിയാം.
ജഡം പുറകോട്ട് വലിക്കുമെന്നേ. സ്തോത്രം. അതുകൊണ്ടാണ് കൈയും കാലും ഒക്കെ കെട്ടി ബന്ധിച്ച് ആമത്തിലിട്ടപ്പോഴും ആത്മാവ് കൊണ്ട് പൗലോസ് ശീലാസ് എന്ത് ചെയ്തത്? പാടിയത്. ജഡം പറഞ്ഞത് അടികൊണ്ട ശരീരം ചന്തയെ കൂടെ വലിച്ചഴച്ചു, കോല് കൊണ്ട് അടിച്ചു, അല്ലെ? ചന്ത വലിച്ചഴക്കുമ്പോ തന്നെ ശരീരം മുഴുവനും തകർന്നു. എന്നിട്ടോ അതിന് പോരാഞ്ഞിട്ട് കോല് കൊണ്ട് അവർ എന്ത് ചെയ്തു? അടിച്ച് റെഡിയാക്കി. പിന്നെയോ ജയിലിനകത്ത് കൊണ്ടിട്ടു. കൈയും കാലും ആമത്തിലിട്ട് പൂട്ടി. എന്ന് പറഞ്ഞാൽ തടി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. തടിയിലെ 2 ഹോള് അടിയിലുണ്ട്. ഒരു ഹോളിനകത്തൂടെ ഇട്ട് ഇപ്പുറത്തെ കാലും ആ ഹോളിൽ കൂടെ ഇട്ട് ഇപ്പുറത്ത് പൂട്ടും. കയ്യും ഇപ്പുറത്തിട്ട് അതിനെയും പൂട്ടും. നിങ്ങളൊന്ന് ഭാവനയെ കണ്ടു നോക്കിയേ. സ്തോത്രം. ചിലന്തി വലയിൽ കിടക്കുന്ന പോലെ ഇങ്ങനെ കിടക്കുക. അവിടെ കിടന്നുകൊണ്ടാ പാടിയത്. അവിടെ കിടന്നുകൊണ്ടാ സ്തോത്രം ചെയ്തത്. ഹല്ലേലൂയ. സ്വർഗത്തിന് മിണ്ടാതിരിക്കാൻ പറ്റിയില്ല. സ്വർഗം എത്ര നേരം മൗനമായിരുന്നോ എന്നറിയില്ല. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വർഗം ചലിച്ചു തുടങ്ങി. ഇന്ന് പകൽക്കാലം ശരീരം അനുകൂലമല്ലെങ്കിലും, ക്ലേശമാണ്, രോഗമാണ്, ദുഃഖമാണ്, പ്രയാസമാണെങ്കിലും എന്റെ കർത്താവിനെ ഹൃദയം കൊണ്ട് നീ ആരാധിച്ചു തുടങ്ങിയ സ്വർഗം ചലിച്ചു തുടങ്ങി. മൗനമായി ഇരിക്കുകയില്ല. നിന്റെ വിഷയത്തിന് പരിഹാരം തരാതെ, നിന്റെ തലമുറയുടെ വിഷയത്തിന് പരിഹാരം തരാതെ, നിന്റെ വാതിലുകൾ തുറക്കാതെ, നിന്റെ കെട്ടുകളെ അഴിക്കാതെ, നിന്റെ ശത്രു ബന്ധിച്ച് ആരാധിക്കുവാൻ കഴിയാത്തവനെ ബന്ധിച്ചു വച്ചിരിക്കുന്ന, നിന്റെ ശുശ്രൂഷയ്ക്ക് തടസ്സമായി നിന്നെ ബന്ധിച്ചു വച്ചിരിക്കുന്ന ചില തടവറകളുടെ അടിസ്ഥാനങ്ങളെ ഇന്ന് പകൽക്കാല സ്വർഗം അത് ഇളക്കി മാറ്റണമെങ്കിൽ ആത്മാവിന്റെ ആരാധന വെളിപ്പെടണം. ഞാൻ പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഒരു ആശയം നിങ്ങളോട് പറയാം. എങ്ങനെയാ ഈ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകിയത്? ഞാൻ പറഞ്ഞുതരാം. എന്റെ ഒരു ചിന്തയാണ് കേട്ടോ. ബൈബിളിലൊന്നും തപ്പരുത്, കിട്ടുകയല്ല. എന്റെ ഒരു ചിന്ത, ഇവർ കാരാഗ്രഹ ശത്രുക്കളെല്ലാം പറഞ്ഞു പൗലോസ് ശീലാസ് എവിടെ കിടക്കുന്നു? കാരാഗ്രഹത്തിൽ കിടക്കുന്നു. ശരിയല്ലേ? കാരാഗ്രഹത്തിലല്ലേ? ആണ്. പക്ഷേ കർത്താവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് കാരാഗ്രഹമല്ല, കർത്താവിന്റെ കാൽച്ചുവടാണ്. കാരണം സ്വർഗം തന്റെ സിംഹാസനവും ഭൂമി പാദപീഠവും. അപ്പോ ഇവര് മനുഷ്യന്റെ ദൃഷ്ടിയിൽ എവിടെ കിടക്കുന്നു? കാരാഗ്രഹത്തില്. കർത്താവിന്റെ ദൃഷ്ടിയിൽ അവർ എവിടെ കിടക്കുന്നു? കാൽച്ചുവട്ടി കിടക്കുക. കർത്താവ് സ്വർഗം എന്ന സിംഹാസനത്തിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പാട്ട് വരുന്നു. പതുക്കെ ഇങ്ങനെ നോക്കിയപ്പോ എവിടെന്നാ പാട്ട് വരുന്നേ? കാൽക്കീഴിൽ നിന്ന് പാട്ട് വരിക. കുറെ നേരം കർത്താവ് ശ്രദ്ധിച്ചു. ഇപ്പൊ ഞാൻ പാടിയ നിങ്ങൾ എത്ര മസിൽ പിടിച്ചിരുന്നാലും അറിയാതെ താളം പിടിക്കും. എത്ര മസിൽ പിടിച്ചിരുന്നാലും അറിയാതെ നിങ്ങൾ എന്ത് ചെയ്യും? കൈ പതുക്കെ പൊങ്ങും. എവിടെയെങ്കിലും ഒരു താളം അടിക്കും, നീ കൈ അടിക്കും, അല്ലെങ്കിൽ തുടയിലെങ്കിലും ഇട്ട് 2 അടി അടിക്കും, അല്ലെ? അത് നമ്മുടെ ഒരു പ്രത്യേകതയാണ്. അപ്പൊ പാട്ട് കേട്ടാൽ താളം ചവിട്ടാത്തവരും താളം തട്ടാത്തവരും ആരുമില്ല. കുറച്ചു നേരം കർത്താവ് ഈ പാട്ട് ശ്രദ്ധിച്ചപ്പോൾ തകർന്ന ഹൃദയത്തിനകത്ത് നിന്ന് വരുന്ന പാട്ടാണ്. വേദന തിങ്ങിയ ഹൃദയത്തിനകത്ത് നിന്ന് ഒഴുകി വരുന്ന പാട്ട്. കർത്താവ് ശ്രദ്ധിച്ചപ്പോൾ ഈ പാട്ടിന് എന്തോ മാധുര്യം കർത്താവിന് തോന്നി. കർത്താവ് എന്ത് ചെയ്തെന്നറിയാമോ? എന്റെ ചിന്തയിൽ ഞാൻ നിങ്ങളോട് പറയാ, ആ സിംഹാസനത്തിൽ നിന്നും എന്റെ കർത്താവ് എഴുന്നേറ്റ് നിന്നു. ഹല്ലേലൂയ. കർത്താവ് എഴുന്നേറ്റ് നിന്ന് തന്റെ ഭക്തന്മാരുടെ പാട്ടിന്, ആ പാട്ടിന്റെ ഈണത്തിനൊത്തവണ്ണം എന്റെ കർത്താവ് തന്റെ കാൽപാദം ഇളക്കി പതുക്കെ ഒന്ന് താളം ചവിട്ടിയതേ ഉള്ളൂ. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഒപ്പുതുറക്കാൻ തന്നത്. എന്റെ ഒരു ചിന്തയാണ് നിങ്ങളോട് പറഞ്ഞത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അതിന്റെ അടിസ്ഥാനം വരെ സ്വർഗം ഇളക്കി. അതിന്റെ അർത്ഥം ഇവരെ ബന്ധിച്ച ഇടത്ത് ഇനി ഒന്നിനെയും കെട്ടിക്കെട്ടാൻ ദൈവം അനുവദിച്ചില്ല. പകൽക്കാലം ആരാധിക്കുവാൻ ആൾക്കൂട്ടം വേണ്ട, ശബ്ദകോലാഹലം വേണ്ട, തമ്പേറിന്റെ ആമഹമ്പടി വേണ്ട, ആരുടെയും മൂപ്പിക്കലൊന്നും വേണ്ട, ആരുടെയും തലയിൽ കൈവച്ചു കുലിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആത്മാവിന്റെ വിശപ്പ് നിനക്കകത്തുണ്ടെങ്കിൽ മുഴകാലം അടക്കി തിരുമുഖത്തേക്ക് നോക്കി ഹൃദയം പകർന്നുകൊണ്ട് നിനക്ക് ആത്മാവ് എങ്ങനെയാണോ ഉച്ചരിക്കാൻ തരുന്നത്? പാട്ടാണോ, സ്തോത്രമാണോ, സ്തുതിയാണോ? അത് ദൈവം തരുന്നത് എന്താണോ ഉച്ചരിക്കാൻ തരുന്നത്? അതിന് നിന്റെ ഹൃദയത്തിനകത്തു നിന്ന് ധ്യാനിച്ച് അവൻ അത് ഉച്ചരിക്കുമ്പോൾ എന്തെന്നില്ലാത്ത
ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങി വരും. ആമേ സ്തോത്രം. അതുകൊണ്ടാണ് മരണത്തെ മുഖാമുഖമായി കണ്ട ആമേ ഡൊമീഷ്യൻ ചക്രവർത്തി നാട് കടത്തിയ മൻമോസ് എന്ന ദ്വീപിനകത്ത് 10 ദിവസത്തിൽ ആത്മവിവശനായി തീർന്ന ആമേ യോഹന്നാൻ എന്ന അപ്പോസ്തലൻ ആമേ മരണപ്പെട്ടു പോകാതെ ദർശനം പ്രാപിച്ച് വെളിപ്പാട് പ്രാപിച്ച അവൻ ദൈവകൃപയുള്ളവനാ. ദൈവം അവനെ മടക്കി കൊണ്ടുവന്നു എങ്കിൽ ഇതുവരെ ആത്മാവിൽ വിളിച്ചു പറയാ, നിന്നെ തകർത്ത് കളയുവാൻ പദ്ധതി തയ്യാറാക്കി നിന്നെ ഒതുക്കി കളയുന്ന ചില മൻമോസിന്റെ ഏകാന്തതകൾ ഇതുവരെ കലസ്വർഗം അവനെ എടുത്തു മാറ്റി നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഇതുവരെ കല വിശ്വസിക്കുന്ന ദൈവജനത്തിന് കർത്താവിന്റെ സ്തോത്രം ചെയ്യുകയാണ്. നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം, നമ്മൾ ആത്മാവിൽ ആരാധിക്കുന്നവരായിരിക്കണം. ഒറ്റയ്ക്ക് ആരാധിക്കണം, കുടുംബമായി ആരാധിക്കണം, സഭയായി ആരാധിക്കണം. 3, നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കണം, കുടുംബമായി പ്രാർത്ഥിക്കണം, സഭയായി പ്രാർത്ഥിക്കണം. അതിനൊരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കണം, അല്ലേ? ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കണം. ആമേൻ. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ വെക്കുന്നൊരു 10 വിഷയം, അതിലൊരു 5 വിഷയത്തിന് മറുപടി കിട്ടും. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചാൽ 5 വിഷയത്തിനെങ്കിലും മറുപടി കിട്ടും. വീണ്ടും 5 വിഷയം ശേഷിക്കുന്നു. ഇതെവിടെ പ്രാർത്ഥിക്കും? എവിടെ പ്രാർത്ഥിച്ചാൽ കിട്ടും? സഭയിലല്ല. അടുത്ത പ്രാർത്ഥനയുടെ സ്റ്റേജ്, രണ്ടാമത്തെ ഘട്ടം കുടുംബ പ്രാർത്ഥന. ഈ വിഷയം കുടുംബ പ്രാർത്ഥനയിൽ വെക്കുമ്പോൾ ഒരു 2 വിഷയം കൂടെ എവിടെ കിട്ടും? കുടുംബ പ്രാർത്ഥനയ്ക്കകത്ത് കിട്ടും. പിന്നെയും ശേഷിക്കുന്ന ഒരു 3 വിഷയം. ഇതെവിടെ പോയി പ്രാപിക്കും? ആ വിഷയമായിട്ടാണ് നീ സഭയിൽ വരേണ്ടത്. ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ 3 ഇവിടെ കിട്ടും. നമുക്ക് മനസ്സിലായി. ഹല്ലേലൂയ. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ മാനിക്കുന്ന സർവശക്തനായ ദൈവം. അതുകൊണ്ട് ദാവീദ് 138:3 വായിച്ച് ഇങ്ങനെ എഴുതിയത്, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി. ഹല്ലേലൂയ. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ ആരാധിച്ചതുകൊണ്ട് ദാവീദ് പറയുന്നു, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ എനിക്ക് ഉത്തരമരുളി. ദൈവം തനിക്ക് കൊടുത്ത 3 അനുഗ്രഹങ്ങൾ ഒറ്റ വാക്കിൽ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. 1, ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ എനിക്ക് ഉത്തരമരുളി. 1, നമ്മുടെ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം. 2, അവിടെ ഇങ്ങനെ വായിക്കുന്നു, യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു. 2, താഴ്മയുള്ളവനെ ഉയർത്തുന്ന ദൈവം. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിച്ചാൽ 1, പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നു. 2, താഴ്മയുള്ളവനെ ഉയർത്തുന്ന ദൈവം. 3, അതിന്റെ അവസാന വാക്യം, യഹോവ എനിക്ക് വേണ്ടി സമാപ്തി വരുത്തുന്ന ദൈവം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. അവൻ നമുക്ക് വേണ്ടി സമാപ്തി വരുത്തും. ആരംഭത്തേക്കാൾ അവസാനം നന്നായിരിക്കും. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ഇന്ന് മുതൽ കലമടയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ സേവിക്കുന്നവരെ സേവിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണാത്മാവോടുകൂടെ സ്നേഹിക്കണമെന്ന് ദൈവം നമ്മോട് ഇന്ന് പകൽക്കാലം ആലോചന അറിയിക്കുവാനിടയായി. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആമേൻ നമ്മൾ പണിയേണ്ട 3 യാഗപീഠങ്ങൾ. 1, വ്യക്തിപരമായ യാഗമർപ്പിക്കുവാൻ. 2, കുടുംബമായി യാഗമർപ്പിക്കുവാൻ. 3, സഭയായിട്ട് യാഗമർപ്പിക്കുവാൻ. ഹല്ലേലൂയ. ഈ തരത്തിലുള്ള ഒരു ആത്മീയ അനുഭവത്തിലൂടെ നമ്മൾ മുൻപോട്ട് പോയാൽ ആമേൻ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മുടെ അപേക്ഷകൾക്ക് മറുപടി നൽകുക, നമ്മെ ഉയർത്ത് നമുക്ക് സമാപ്തി വരുത്തുവാൻ നമ്മുടെ യാഗ് ഇന്ന് മുതൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ.